ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ എല്ലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വൈജയന്തിയുടെ ചെവിക്കല്ലടിച്ച് പരത്തോന്നും പറഞ്ഞ് നിൽക്കുക നമ്മുടെ ബാലൻ. കുറേ കേട്ട് നാറ് കഴിഞ്ഞപ്പോഴത്തേക്ക് ആശാത്തി അങ്ങ് ഇറങ്ങിപ്പോയി. അത് കഴിഞ്ഞപ്പോൾ കരീനം ബാലനോട് ചോദിക്കും, എന്തിനാ സാറേ ഇങ്ങനെയൊക്കെ കാണിക്കുന്നതെന്ന്. അപ്പം നീ മിണ്ടരുത്, പോയി ഞാൻ പറഞ്ഞുണ്ടാക്കിക്കൊണ്ട് വരാൻ പറഞ്ഞു. പോകാനാ പറഞ്ഞതെന്ന് പറഞ്ഞ് അലീനെ അവിടെ നിന്ന് പറഞ്ഞു വിടുക. അലീനെ അങ്ങ് പോയി റൂമിൽ ചെന്നിട്ട് ചങ്ക് പൊട്ടി വേദനയോടുകൂടി ഇങ്ങനെ നിൽക്കുക. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന മുത്തശ്ശിയാട്ടോ. അപ്പോൾ അലീന ഓടി മുത്തശ്ശിയുടെ അടുത്തേക്ക് വന്നു. മുത്തശ്ശിയുടെ അടുത്ത് വന്നിട്ട് തൻ്റെ ബാഗ് തുറന്ന് എന്തൊക്കെയോ ഇങ്ങനെ തപ്പ് നോക്കിയാ. അപ്പോഴത്തേക്കും മുത്തശ്ശി അലീനെ എന്നും പറഞ്ഞ് വിളിച്ചു. എന്നും പറഞ്ഞ് നോക്കുന്നു. എടി, നീ എന്നത് ഈ തപ്പണേ, അത് എന്താണെന്ന് ഞാൻ മറന്നുപോയെന്നും പറഞ്ഞുകൊണ്ട് അലീന ഇങ്ങനെ പറയാ. ബാഗിനകത്തുനിന്ന് എന്തോ എടുക്കാൻ വേണ്ടി ഞാൻ വന്നതാ എന്ന് അലീന പറയുമ്പം അതെന്നാ ഒരു മറവിയാ. വാതിൽ തുറന്ന് അകത്തേക്ക് കയറിയപ്പോഴേക്കും നീ തല പുകഞ്ഞിരിക്കുവാ, പിന്നെ എങ്ങനെയാ ശരിയാവുന്നേ എന്നൊക്കെ അലീന ഇങ്ങനെ ചോദിച്ചു. നിനക്ക് ഇപ്പോഴേ തല പുകയ്ക്കാൻ കുടുംബവും കുട്ടികളും പ്രാരാബ്ദമൊന്നും ഇല്ലല്ലോ, പിന്നെ എന്നാ എന്നൊക്കെ മുത്തശ്ശി ചോദിക്കുമ്പം അതിനേക്കാളും കൂടുതലാണെന്ന് അലീന മുത്തശ്ശിയോട് പറഞ്ഞു. മറന്നു പോയെങ്കിൽ പിന്നെ എന്തിനാ നീ ഇങ്ങനെ കിടന്ന് തപ്പണേ എന്ന് ചോദിക്കുമ്പോൾ കണ്ടാലെങ്കിലും ഓർമ്മ വരുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണെന്ന് പറഞ്ഞു. നീ ഇങ്ങോട്ടൊന്ന് വന്നേടി, വാ എന്നും പറഞ്ഞ് മുത്തശ്ശി ഇങ്ങനെ വിളിച്ചു. അപ്പോൾ അലീന മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെന്നു. നിനക്ക് എന്നാ പറ്റിയൊന്ന് പറയാൻ പറഞ്ഞു. എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നത് പോലെ തോന്നുവാണെന്ന് അലീന പറയുമ്പോൾ എന്നാ അടി കാര്യമെന്ന് ചോദിച്ചു. മുൻപ് കൃഷ്ണമോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, ഇപ്പോൾ എല്ലാവരും അകന്നു നിൽക്കുകയാണെന്ന് അലീന പറഞ്ഞു. ഞാൻ അവരുടെ എല്ലാം ശത്രു ആയതുപോലെയാണെന്നൊക്കെ അലീന ഇങ്ങനെ മുത്തശ്ശിയോട് പറഞ്ഞു. അവരമ്മയും മക്കളും എവിടെയെങ്കിലും മാറിയിരുന്ന് ചർച്ചയും കൂടിയാലോചനയാണെന്നൊക്കെ പറയുക. ബാലചന്ദ്രന് നിന്നോട് ഇഷ്ടക്കുറവൊന്നും ഇല്ലല്ലോ, അപ്പം ചില നേരത്ത് വലിയ സ്നേഹവും സന്തോഷവും ഒക്കെയാ, ചിലപ്പോൾ എൻ്റെ നേർക്ക് വല്ലാണ്ട് ദേഷ്യപ്പെടുന്നത് കാണാം. എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല മുത്തശ്ശി, ഇവരൊക്കെ എന്താ ഇങ്ങനെയെന്നൊക്കെ അലീന ഇങ്ങനെ ചോദിക്കുമ്പം നിനക്ക് ബാലചന്ദ്രനോട് ചോദിക്കാൻ മേലായിരുന്നോ ശരിക്കും എന്താ പ്രശ്നമെന്ന്. അപ്പോൾ എനിക്ക് അതിനുള്ള ധൈര്യമൊന്നും ഇല്ല മുത്തശ്ശി എന്ന് പറയുമ്പോൾ, അല്ല അവന് വൈജിയോട് ഇക്കണ്ട വൈരാഗ്യം തോന്നാൻ എന്താ കാര്യം, അതും 2-4 ദിവസം കൊണ്ട് ഇതെന്താ സംഭവിച്ചതെന്നൊക്കെ ചോദിക്കുമ്പം അങ്ങനെ ഒരു വിരോധം വന്നല്ലോ മുത്തശ്ശി, അത് ബാലചന്ദ്രൻ സാറിൻ്റെ കുറ്റമാണെന്നും ഇരിക്കട്ടെ, സാറ് കണ്ടമാനം മദ്യം കഴിച്ചു, ഹാർട്ട് അറ്റാക്ക് വരുത്തി വെച്ചു. അപ്പം നീലഗിരിയിൽ നിന്ന് വന്ന ഗംഗാധരൻ സാറും വൈഫും സാറിനെയല്ല കുറ്റപ്പെടുത്തേണ്ടത്, അതിനു പകരം അവർ മേഡത്തിനെയാണ് കുറ്റപ്പെടുത്തിയത്, അത് എന്തുകൊണ്ടാണെന്ന് അലീന ചോദിക്കുമ്പം അവനൊരു രോഗിയല്ലേ, അവനെ വിഷമിപ്പിക്കാൻ പാടില്ല എന്ന് ഡോക്ടർ പറഞ്ഞതല്ലേ, അതുകൊണ്ടാണ് അവനെ കുറ്റം പറയാത്ത, പകരം മേഡത്തിന് എന്തിനാ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നതെന്ന് അലീന അന്നേരം ചോദിക്കുക. പോട്ടേടി, സാരമില്ല, നമുക്ക് പതിയെ എല്ലാം ശരിയാക്കാം എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കല്ലേ ആങ്ങളെ ചെയ്യേണ്ടത്. അപ്പോൾ ഗംഗാധരനെ ആശ്വസിപ്പിച്ച് കാണുമായിരിക്കുമെന്നേ. നീ ഒറ്റ ഒരുത്തി കാരണമാണ് ഈ കുടുംബം തകരാൻ പോകുന്നേ, നല്ല പ്രായത്തിൽ തോന്നിയാവശ്യം മതിച്ച് കൂത്താടി നടന്നപ്പോൾ ഓർക്കണമായിരുന്നെന്ന് പറഞ്ഞ് ചെകിട്ടത്തൊരൊറ്റ അടിയും വെച്ച് കൊടുത്ത് ആശ്വസിപ്പിക്കുകയും ചെയ്തതെന്ന കാര്യം അലീന മുത്തശ്ശിയോട് പറയുന്നു. അപ്പോഴത്തേക്ക് മുത്തശ്ശിയുടെ ഭാവം അങ്ങ് മാറി. അത് അലീന ശ്രദ്ധിച്ചു. പിന്നെ മേഡം അവർ പറഞ്ഞതൊന്നും നിഷേധിച്ചില്ല, എതിർത്ത ഒരു വാക്ക് പോലും പറയുകയും ചെയ്തില്ല, എന്തിനാണ് എന്നെ അടിച്ചതെന്ന് പോലും ചോദിച്ചില്ല. അതിൻ്റെ അർത്ഥം എന്താ? മേഡത്തിന് അറിയാം അവർ പറഞ്ഞത് 100% സത്യമാണെന്ന്. അപ്പോഴത്തേക്കും മുത്തശ്ശി പിന്നെ മിണ്ടുന്നില്ല. മുത്തശ്ശി ഇങ്ങനെ സൈഡിലേക്ക് നോക്കി ഇങ്ങനെ കിടക്കുക. മിണ്ടിയാൽ തീർന്നെന്ന് മുത്തശ്ശിക്ക് അറിയാം. അപ്പോൾ ഗംഗാധരൻ സാറിനും വൈഫിനും അറിയാം ബാലചന്ദ്രൻ സാറ് മേഡത്തിനോട് കാണിക്കുന്ന ദേഷ്യവും വെറുപ്പും ന്യായമാണെന്നുള്ളത്, ശരിയല്ലേ? മുത്തശ്ശിക്കും അറിയാം ചില വേണ്ടാധീനങ്ങളൊക്കെ നടന്നിട്ടുണ്ടെന്ന്. അപ്പോൾ മുത്തശ്ശി ഇങ്ങനെ അലീനയെ നോക്കുക. വേണ്ടാധീനങ്ങളോ അതെന്നാ എന്നുള്ളൊരു രീതിയിൽ. അപ്പോൾ എനിക്കും അറിയാം ചില ഉള്ളുകള്ളികളെന്ന് നമ്മുടെ അലീന പറഞ്ഞു. അപ്പോഴത്തേക്കും മുത്തശ്ശി ഇങ്ങനെ അന്തം വിട്ട് അലീനയെ നോക്കുക. ഇവളെന്നാ ഭാവിച്ചോണ്ട് ഇവളെന്നൊക്കെ ഈ പറയുന്നേ എന്നുള്ളൊരു രീതിയിൽ കേട്ടോ. കഥയൊന്നും അറിയാതെ ആട്ടം കാണുക. 3 മക്കൾ ഈ വീട്ടിൽ. മുത്തശ്ശിക്ക് അറിയാവോ എന്ന് ചോദിച്ചു. അവർക്ക് അറിഞ്ഞുകൂടാ ആരുടെ ഭാഗത്താണ് തെറ്റ്, ആരുടെ ഭാഗത്താണ് ശരി എന്നുള്ളത്, അവരാരുടെ കൂടെയാണ് നിൽക്കേണ്ടത്, ഒന്നും അതുങ്ങൾക്ക് അറിയില്ല എന്നൊക്കെ അലീന ഇങ്ങനെ പറയുമ്പോൾ മുത്തശ്ശി ഇങ്ങനെ ഒന്നും മിണ്ടാതെ ഇങ്ങനെ കേട്ടോണ്ട് കിടക്കുക. കഷ്ടം, ഒരു കുടുംബം തീർന്നു എന്നും പറഞ്ഞുകൊണ്ട് അലീന അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി. മുത്തശ്ശി ഇങ്ങനെ ആലോചിച്ച് കിടക്കുമ്പോൾ അലീന തൻ്റെ പായും തലേണയൊക്കെ എടുത്തിട്ട് അവിടെ കിടക്കാൻ നോക്കപ്പോഴത്തേക്കും മുത്തശ്ശി കരയും അവിടെ കിടന്നു. പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ വൈജയന്തി ഇങ്ങനെ നിലാവത്ത് അഴിച്ചു വിട്ട കോഴിയെപ്പോലെ ആ ഹോളിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. ഇടയ്ക്ക് ബാലൻ്റെ മുറിയിലേക്ക് നോക്കുന്നു. അങ്ങനെ വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. അങ്ങനെ സ്റ്റെപ്പ് കയറി ബാലനെ കാണാൻ മുകളിലോട്ട് കയറി പോകാൻ നോക്കി. പകുതി കയറിയപ്പോൾ വേണ്ട, പിന്നെ ഒന്ന് മനം മടുത്ത് അങ്ങനെ നിന്നു. പിന്നെ 2 ചൂട് എടുത്തു വെച്ചു, അല്ലെങ്കിൽ വേണ്ട എന്നുള്ള രീതിയിൽ നിന്നു. എന്നിട്ട് ഇറങ്ങി വന്നു. എന്നിട്ട് ആ സ്റ്റെയറിൽ അങ്ങനെ തളർന്നങ്ങ് ഇരുന്നിട്ട് കുറേ നേരം ആലോചിച്ചിങ്ങനെ ഇരിക്കുക. ആ സമയത്ത് നമ്മുടെ ബാലൻ അവിടെ തല പുകഞ്ഞിങ്ങനെ ആലോചിക്കുക. അതായത് അലീന അന്ന് ഫോണിൽ സംസാരിച്ച കാര്യങ്ങൾ, എല്ലാവരോടും യാത്ര പറയണം,
എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആ സ്ത്രീയോട് ചേച്ചി 2 വാക്ക് പറഞ്ഞിട്ടേ ഇവിടുന്ന് ഇറങ്ങാവൂ, വേറെ ആരും കേൾക്കാതെ വിളിച്ചു മാറ്റി നിർത്തിയിട്ട് ആ ചെവിയിലോട്ട് പറയണം, പാരട്ട പെണ്ണുമ്പിള്ളേ, ഞാൻ ആരാണെന്ന് നിങ്ങൾക്കറിയാവോ? 22 വർഷങ്ങൾക്ക് മുൻപ് നിങ്ങൾ പെറ്റ് തള്ളിയ സന്തതിയാണ് ഞാൻ. നിങ്ങളെ ഒന്ന് കാണാനും നിങ്ങളെ അമ്മയെന്ന് വിളിക്കാനും നിങ്ങളുടെ കൂടെ താമസിക്കാനും കൊതിച്ചു വന്ന മകളാണ് ഞാൻ എന്ന് അന്ന് നമ്മുടെ രേവതിക്കുട്ടി അലീനയും കൂടെ ഫോണിൽ സംസാരിച്ചത് ഇടയ്ക്കിടയ്ക്ക് ഒരു ബൂസ്റ്റർ ഡോസ് പോലെ നമ്മുടെ ബാലചന്ദ്രനെ എടുത്ത് കേട്ടോണ്ടിരിക്കുക. അതും കേട്ട് ഇങ്ങനെ ആ റൂമിലൂടെ നടക്കുക. എന്നിട്ട് അവിടെ ഈ വോയിസൊക്കെ കേട്ട് അതെല്ലാം കഴിഞ്ഞതിന് ശേഷം അവിടെ വെച്ച് ഗംഗാധരൻ പറഞ്ഞ കാര്യങ്ങളെ പറ്റിയും ആലോചിക്കുക. അതെല്ലാം ആലോചിച്ച് കയ്യിലുള്ള തോക്കെടുത്തു. ആ തോക്കും ഇങ്ങനെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. ഏത് നിമിഷം വേണില്ല ആ തോക്ക് ആരുടെ നെഞ്ചത്ത് വേണമെങ്കിലും പൊട്ടിക്കും നമ്മുടെ ബാലൻ, അത് ഉറപ്പാണ്. അങ്ങനെ ആ തോക്ക് നോക്കിയിരിക്കുന്ന ബാലൻ്റെ ഫോൺ പെട്ടെന്ന് തന്നെ റിങ് ചെയ്തു. ബാലൻ ആ ഫോൺ എടുത്ത് നോക്കിയിട്ട് ഹലോ എന്ന് വെച്ചു കേട്ടോ. അപ്പോൾ തോക്കും ഒരു സൈഡിൽ ഇങ്ങനെ ഇരിപ്പുണ്ട്. ഹലോ ബാലേട്ടാ, ഞാൻ അങ്ങോട്ട് വരട്ടെ എന്ന് ചോദിച്ചു ആ ജോലിക്കാരന്. അപ്പോൾ പർച്ചേസിന് പോകാനുള്ള സമയമൊക്കെ കഴിഞ്ഞു, സൂററ്റിൽ പോകണം, മുംബൈയിൽ ബാംഗ്ലൂരും ഒക്കെ പോകണം, നാളെയാണ് പോവേണ്ടത് എന്നൊക്കെ പറയുമ്പോൾ ബാലൻ നാളെ കടയെല്ലാം അടച്ചിട്ടേക്കാൻ പറഞ്ഞു. ഇതെന്നെ ഈ പറയുന്നേ? എന്നാൽ മറ്റന്നാളെങ്കിലും പോകണം, ഒരാഴ്ചത്തേക്ക് കട 3 അടച്ചിട്ടേക്കാൻ പറഞ്ഞു. അപ്പോൾ ഒരാഴ്ചയോ? ബാലൻ എന്തൊക്കെ ഈ പറയുന്നതെന്നൊക്കെ അയാൾ ചോദിക്കുക കേട്ടോ. അപ്പോൾ ബാലൻ പറയുന്ന കേട്ടാൽ മതി, ഒരാഴ്ച പോരെങ്കിൽ 1 മാസം അടച്ചിട്ടേക്ക് മതിയോ എന്ന് ചോദിച്ചു ബാലൻ. ബാലേട്ടാ, നമ്മുടെ ജോലിക്കാരോട് എന്നാ പറയുമെന്ന് ചോദിക്കുമ്പോൾ വീട്ടിൽ പോയി ഇരിക്കാൻ പറയണമെന്നും അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോയി പണി നോക്കാൻ പറയാൻ പറഞ്ഞു. അപ്പോൾ ബാലേട്ടൻ്റെ മൂഡ് ശരിയല്ല, ഞാൻ നാളെ വിളിക്കാമെന്നും പറഞ്ഞ് അങ്ങനെ സംസാരിക്കും. ശരി എന്നും പറഞ്ഞുകൊണ്ട് ഇദ്ദേഹം ഫോൺ അങ്ങ് കട്ട് ചെയ്തു. ബാലന് ശരി എന്ന് പറയുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ടും ബാലൻ ഈ തോക്കും പിടിച്ച് ആ പറഞ്ഞ കാര്യങ്ങളെല്ലാം ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുക. ഇങ്ങനെ എന്നിട്ട് ആ കസേര ഇങ്ങനെ കറക്കി അയിലേക്ക് ഇങ്ങനെ പോവുക കേട്ടോ. അങ്ങനെ ആ ഒരു ഇതെല്ലാം കഴിഞ്ഞു. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ മനുവാണ് വിളിക്കുന്നത്. മനു ആണെങ്കിൽ കൂട്ടുകാരനെ വിളിക്കുക. അപ്പോൾ കൂട്ടുകാരനെ വിളിച്ച് മനു ഫോണിൽ എന്തോ സംസാരിക്കുക. അപ്പോൾ കൂട്ടുകാരനോട് ഹോം നേഴ്സിൻ്റെ കാര്യം മനു പറഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനെ ഹോം നേഴ്സിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ വിളിച്ചു കഴിഞ്ഞപ്പോൾ കൂട്ടുകാരനാ പറഞ്ഞായിരുന്നു എന്ന് പറഞ്ഞു. എന്നാ കാര്യമെന്ന് പറയടാ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ കൂട്ടുകാരൻ നല്ല ഉറക്കത്തിലായതുകൊണ്ട് ഭയങ്കര ഇതായിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ മനുവിന് ശരിക്കും ദേഷ്യവും വരുന്നുണ്ട്. എടാ, കൂത്താട്ടുകുളത്ത് ഒരു നഴ്സിംഗ് ഹോമിലേക്ക്, അപ്പോൾ അതെൻ്റെ ചേച്ചി ജോലി ചെയ്യുന്ന നഴ്സിംഗ് ഹോമാണെന്ന് കൂട്ടുകാരൻ പറയുമ്പം അതെ നിൻ്റെ ചേച്ചി നേഴ്സായിട്ട് നിൽക്കുന്ന ഹോസ്പിറ്റലിൻ്റെ കാര്യം തന്നെയാണ് ഞാൻ ഈ പറയുന്നതെന്ന് മനു കൂട്ടുകാരനോട് പറഞ്ഞു. കൂത്താട്ടുകുളം എന്നാ? എടാ, അവിടെ ഒരു നേഴ്സിംഗ് അസിസ്റ്റൻ്റ് ജോബ് വേക്കൻസി ഉണ്ടെന്ന് നീ പറഞ്ഞിരുന്നില്ലെന്ന് ചോദിച്ചു. ഉണ്ടോന്ന് നോക്കട്ടെ എന്നാ പറഞ്ഞെന്ന് കൂട്ടുകാരൻ. ഉറപ്പില്ല. എടാ, അപ്പം നീ ഇതുവരെ അന്വേഷിച്ചില്ലേന്ന് ചോദിച്ചു മനു. ഞാൻ അന്വേഷിക്കാമെന്ന് കൂട്ടുകാരൻ പറയും. അന്വേഷിക്കണം. അപ്പോൾ എടാ കോപ്പെ, ഒരു കാര്യം ഏറ്റെടുത്താലും നടത്തണ്ടേ? നീ എന്നെ ഒരു മനുഷ്യനാടാ എന്നൊക്കെ കൂട്ടുകാരൻ ചോദിക്കും കേട്ടോ. നിന്നെയൊക്കെ വിശ്വസിച്ച് ഒരു കാര്യം പോലും ഏൽപ്പിക്കാൻ പറ്റത്തില്ലല്ലോടാ എന്നും പറഞ്ഞു. അപ്പോൾ ജോലി ആർക്ക് വേണ്ടിയാണെന്ന് കൂട്ടുകാരൻ ചോദിക്കുമ്പം അലീനയ്ക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞു. നിൻ്റെ ആൻറ്റിയുടെ വീട്ടിലെ സുന്ദരി പെണ്ണിന് വേണ്ടിയിട്ടാണോ എന്ന് കൂട്ടുകാരൻ ചോദിക്കുമ്പോൾ നീ കള്ളു കുടിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഇന്ന് അളിയൻ്റെ കൊച്ചിൻ്റെ മാമോദീസയായിരുന്നു, ഒരു ലേശം മണപ്പിച്ചതേ ഉള്ളെന്ന് പറയുമ്പം അതിൻ്റെ വഴിച്ചിലെന്തായാലും ഉണ്ട് നിൻ്റെ നാക്കിനെന്ന് മനു പറയുമ്പോൾ എടാ മനു, ഞാനൊരു സൂപ്പർ ഐഡിയ പറയട്ടെ എന്ന് പറഞ്ഞു. നീ എന്നാന്ന് വെച്ചാൽ പറയാൻ പറഞ്ഞു കൂട്ടുകാരനോട് മനു. ആ പെങ്കൊച്ചിനെ നിനക്ക് രക്ഷിക്കണമല്ലോ. എടാ, അവൾക്ക് മാന്യമായിട്ടൊരു ജോലി വേണം. ഞാനൊരു ഐഡിയ പറഞ്ഞു തരട്ടെ എന്ന് കൂട്ടുകാരൻ പറയാ. പറ, നീ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കാതെ കാര്യം പറ. നീയുണ്ടല്ലോ, എടാ മോനെ മനുവേ, നീ അവളെ അങ്ങ് കെട്ടിക്കോ, എല്ലാ പ്രശ്നവും അങ്ങ് തീരും എല്ലാം എന്ന് കൂട്ടുകാരൻ പറയുമ്പം നിന്നോട് ജോലിക്കാരും പറഞ്ഞ് എന്നെ അടിക്കണം സ്റ്റുപ്പിഡ് എന്നും പറഞ്ഞുകൊണ്ട് മനു ഫോൺ അങ്ങ് കട്ട് ചെയ്തു. പക്ഷെ മനുവിൻ്റെ മനസ്സിൽ എവിടെയോ ഒന്ന് കൊളുത്തി. മനു ഇങ്ങനെ എന്നിട്ട് ആലോചിച്ച് അവിടെ അങ്ങനെ നിൽക്കുക. ഇത് കഴിഞ്ഞതിന് ശേഷമാണെങ്കിലോ പിന്നെ കാണിക്കുന്ന നമ്മുടെ മാമച്ചായനെ കേട്ടോ. മാമച്ചായൻ ഇങ്ങനെ മൊബൈലിൽ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഗ്രേസമ്മ വന്നു. മാമച്ചായനോട് വല്ലതും അവൾ പറഞ്ഞായിരുന്നു എന്ന് ചോദിച്ചു. എന്നത്? എവിടെയെങ്കിലും പോണ കാര്യം? എവിടെ പോണ കാര്യം? എന്നോടൊന്നും പറഞ്ഞില്ല എന്ന് മാമച്ചായൻ പറയുമ്പോൾ ഗ്രേസമ്മ വന്നു മാമച്ചായൻ്റെ അടുത്തിരുന്നു. കൊട്ടാരമറ്റത്ത് പോണ കാര്യത്തെപ്പറ്റി വല്ലതും പറഞ്ഞോ? അതിന് രേവതിക്കുട്ടി ഇപ്പം അതിനെപ്പറ്റിയൊന്നും പറഞ്ഞില്ലല്ലോ. അവൾ അലീന ഇന്ന് വരും നാളെ വരുമെന്നും പറഞ്ഞ് പ്രതീക്ഷിച്ചിരിക്കുക. ഇനി പോകുമ്പോൾ അവളെയും കൂടെ കൂട്ടിക്കൊണ്ട് പോകണമെന്നും പറഞ്ഞുകൊണ്ടെന്ന് പറയുമ്പോൾ അലീന അതിന് വരുന്നില്ലല്ലോ. ഇല്ല, നമ്മൾ എന്തിനാ അവൾക്ക് വേണ്ടി വെറുതെ ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നേ? നമ്മുടെ ജോമോൻ്റെ കുഞ്ഞിന് എന്തു പറ്റിയെന്ന് നമ്മളല്ലേ അന്വേഷിക്കേണ്ടത്. അപ്പോൾ ആരാണ് പോലും ഈ നമ്മൾ എന്ന് പറഞ്ഞുകൊണ്ട് അന്നേരത്തേക്ക് നമ്മുടെ രേവതിക്കുട്ടി അങ്ങോട്ടേക്ക് വന്നു ഇവർക്കുള്ള ചായയുമായിട്ട്. ഇതെന്താ 4 കപ്പ് എന്ന് ചോദിക്കുമ്പം 1 കപ്പ് ചായ മതിയോ എന്ന് ചോദിച്ചു. മതി, എന്നാൽ അതെടുത്ത് കുടിക്കാം, മിച്ചം വന്നാൽ ഞാൻ കൊണ്ടുപോയിക്കോളാം എന്ന് പറഞ്ഞു. അപ്പോൾ ഉത്തരവ് എന്ന് പറഞ്ഞുകൊണ്ട്
ഗ്രേസമ്മ പറയുന്നപ്പോഴത്തേക്ക് രേവതിക്കുട്ടി ഒരു കപ്പ് ചായ എടുത്ത് പുറത്ത് നിൽക്കുന്ന ആൾക്ക് കൊണ്ടുപോയി. അതായത് അവിടുത്തെ ഡ്രൈവർക്ക് അയാൾക്ക് കൊണ്ടുപോയി ചായ കൊടുത്തു. എന്നിട്ട് നമ്മുടെ രേവതിക്കുട്ടി അകത്തേക്ക് കയറി വന്നു. ആ സമയത്ത് അവർ ചോദിച്ചു, മാമച്ചായൻ ചോദിച്ചു, നീ എന്തിനാ അവന് കൊണ്ടുപോയി ചായ കൊടുത്തേ? അവന് ഔട്ട് ഹൗസിൽ കെറ്റിലും ചായപ്പൊടിയും പഞ്ചസാരയും ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ തനിയെ ഉണ്ടാക്കണ്ടേ അങ്കിളെ, പാവല്ലേ, ദേ നല്ല ചായയല്ലേ എന്ന് രേവതിക്കുട്ടി ഇങ്ങനെ പറയുമ്പോൾ നോക്കുന്നു. നല്ലതാണെന്ന് പറയണമെന്ന് നിർബന്ധമുണ്ടോ എന്ന് മാമച്ചായൻ ചോദിക്കുമ്പം നല്ലതാണെങ്കിൽ പറഞ്ഞാൽ മതി എന്ന് നമ്മുടെ രേവതിക്കുട്ടി പറയുമ്പോൾ എങ്കിൽ പറഞ്ഞിരിക്കുന്നു സൂപ്പർ ചായ, അടിപൊളി ചായ എന്ന്. അപ്പോൾ താങ്ക് യു എന്ന് പറഞ്ഞ രേവതിക്കുട്ടി ഇങ്ങനെ അവിടെ നിൽക്കുക. എന്നിട്ട് ഇവർ ചായ 3 പേരും കൂടെ കുടിക്കുന്നു. അപ്പം നീ എന്താ ഇപ്പോൾ ഒന്നും പറയാത്തെ? എന്ത് അല്ല, കൊട്ടാരമുറ്റത്ത് പോകുന്ന കാര്യമേ, ഞങ്ങളുടെ ജോമോൻ്റെ കുഞ്ഞ് എവിടെയാണെന്ന് ഞങ്ങൾക്ക് അറിയണ്ടേന്ന് ചോദിക്കുമ്പം ഞങ്ങളുടെ ജോമോനല്ല, എൻ്റെ ജോമോൻ ചേട്ടൻ, നിങ്ങൾ ഉപേക്ഷിച്ചിട്ടിരുന്ന ജോമോൻ ചേട്ടനെ ഞാനാ പൊടി തട്ടി എടുത്തുകൊണ്ട് വന്നതെന്ന് രേവതിക്കുട്ടി പറയുക അവരോട്. ശരി, നിൻ്റെ ജോമോൻ്റെ ആ കുഞ്ഞിൻ്റെ കാര്യം അന്വേഷിക്കാവുന്ന നീ പറഞ്ഞില്ലായിരുന്നു എന്ന് ചോദിക്കുമ്പം ഞാൻ പറഞ്ഞതാണല്ലോ, എന്നിട്ട് നീ എന്താ അന്വേഷിക്കാത്തേ? ഞങ്ങൾ ഒരു ദിവസം വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് മാമച്ചായൻ പറയുമ്പം വെയിറ്റ് ചെയ്തുകൊണ്ട് ചുമ്മാ ഇരുന്നാൽ പോരാ, ഇൻവെസ്റ്റിഗേഷൻ നടത്താനുള്ള സൗകര്യങ്ങളും കൂടി ചെയ്തു തരാൻ പറഞ്ഞു. ഇൻവെസ്റ്റിഗേഷനോ? നീ ആരാ, CID ആണോ എന്ന് ചോദിക്കുമ്പോൾ CBI. എന്നാത്തിനാ വെറുതെ കുറയ്ക്കുന്നത്? എന്നാണേലും വേഷം കെട്ടണം. അപ്പോൾ നമുക്കത് അന്വേഷിക്കണ്ടേടി എന്ന് ചോദിച്ചു ഗ്രേസമ്മ. ഇങ്ങനെ ഇട്ടിരുന്നാൽ മതിയോ? അപ്പോൾ ആര് പറഞ്ഞു അന്വേഷിക്കുന്നില്ല എന്ന്? ഒരു ദിവസം ഞാൻ ആൻസി ചേച്ചിയെ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അന്നേരം നീ വിളിച്ചോ ചേച്ചി? കൊട്ടാരമറ്റത്തിലെ റോബിച്ചായൻ്റെ വൈഫേ, അതുപോലും ഓർമ്മയില്ല എന്ന് രേവതിക്കുട്ടി അവരോട് പറയുമ്പോൾ ആണോ, നീ വിളിച്ചോ? എന്നിട്ട് അവരെന്താ പറഞ്ഞേ? ഞാനന്ന് പറഞ്ഞില്ലായിരുന്നോ അത് കറക്റ്റാണെന്നേ, നീ അന്ന് പലതും പറഞ്ഞു, അതിലേതാ കറക്റ്റ് എന്ന് മാമച്ചായൻ ചോദിക്കുമ്പോൾ അതായത് പ്രഗ്നൻ്റ് ആയിരുന്ന ഷെറിൻ ചേച്ചി വീട്ടുകാരറിയാതെ 7 മാസവും വീട്ടുകാരറിഞ്ഞുകൊണ്ട് പിന്നെ 2 മാസവും അത് കണ്ടിന്യൂ ചെയ്തു എന്നുള്ള കാര്യം പറയാം. അബോർഷൻ നടത്താൻ കൊട്ടാരമറ്റത്തിലുള്ളവർ പല ഭീഷണികളും മുഴക്കി, തന്ത്രങ്ങളും എല്ലാം പ്രയോഗിച്ചെങ്കിലും ഒന്നും വിജയിച്ചില്ല. അപ്പോൾ ഇവർ രണ്ടുപേരും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക കേട്ടോ. അതായത് പ്രഗ്നൻ്റ് ആയിരുന്ന ഷെറിൻ ചേച്ചി വീട്ടുകാരറിയാതെ 7 മാസവും ഇങ്ങനെ ഇരുന്നില്ലേ. അപ്പോൾ വീട്ടുകാരറിഞ്ഞ സമയത്ത് അത് അബോർഷനാക്കാൻ അവർ നോക്കിയത്. കാരണം എന്താണെന്ന് വെച്ചാൽ MTP എന്ന് വെച്ചാൽ മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി, അഥവാ അബോർഷൻ നടത്തണമെങ്കിലേ നിയമപരമായിട്ടുള്ള തടസ്സങ്ങളും കാര്യങ്ങളും ഉള്ളത് കൊണ്ടാണ് അവർക്കത് നടത്താൻ പറ്റാണ്ട് പോയത്. അപ്പോൾ 2 തരം ടെർമിനേഷനാണ് നിലവിലുള്ളത്. ഒന്ന് മെഡിക്കൽ ടെർമിനേഷൻ, 2 സർജിക്കൽ ടെർമിനേഷൻ. അതിൽ മെഡിക്കൽ ടെർമിനേഷൻ പ്രഗ്നൻസിയുടെ ആദ്യത്തെ 12 ആഴ്ചയ്ക്കുള്ളിൽ മാത്രമേ നടത്താൻ പറ്റത്തുള്ളൂ. ഷെറിൻ ചേച്ചിയുടെ കാര്യത്തിൽ ആ സമയമൊക്കെ കടന്നു പോയായിരുന്നു. ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ രേവതിക്കുട്ടി പറയുമ്പോൾ ഗ്രേസമ്മയും മാമച്ചാനും കണ്ണും വീഴ്ച വായും തുറന്നിങ്ങനെ നോക്കിയിരിക്കുക രേവതിക്കുട്ടിയുടെ പറച്ചിലൊക്കെ കേട്ടിട്ട്. പെട്ടെന്ന് അല്ല, ഗൂഗിളാ സംസാരിക്കുന്നത്, നമ്മുടെ രേവതിക്കുഞ്ഞല്ല എന്നൊക്കെ ഇങ്ങനെ മാമച്ചായനോട് ഗ്രേസമ്മ പറയുക. അങ്ങനെ നമ്മുടെ രേവതിക്കുട്ടി എല്ലാം പറയുന്നു. ഇങ്ങനെ രേവതിക്കുട്ടി ഇതെല്ലാം പറയുന്നത് കേട്ടപ്പോഴത്തേക്ക് ഇവരിങ്ങനെ അന്തം വിട്ടിരിക്കുക. അപ്പോൾ 7 മാസമായപ്പോൾ ഒരിക്കലും അത് അബോർട്ട് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം വന്നു. ഷെറിൻ ചേച്ചി പ്രസവിച്ചു. നാണക്കേട് ഭയന്ന് കൊട്ടാരമറ്റത്തുകാരെ മധുരയിൽ കൊണ്ടുപോയിട്ട് ആ പ്രസവം നടത്തിയതെന്നുള്ള കാര്യമൊക്കെ പറയുക. അപ്പോൾ മധുര ആര് പറഞ്ഞു? അപ്പോൾ ആൻസി ചേച്ചി എന്നോട് പറഞ്ഞതെന്ന് രേവതിക്കുട്ടി ഇവരോട് പറഞ്ഞു. അപ്പോൾ ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക കേട്ടോ. എന്നിട്ട് എന്തായി? 2 മാസം മധുരയിൽ കഴിഞ്ഞു. ഷെറിൻ ചേച്ചിയും കുഞ്ഞും അവർക്കവിടെ ഒരു റിലേറ്റീവിൻ്റെ മറ്റോ വീടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് മധുരയ്ക്ക് തന്നെ പ്രസവത്തിന് കൊണ്ടുപോയതും അവിടെ താമസിപ്പിച്ചതും. എന്നിട്ട് എന്നതാ സംഭവിച്ചതെന്നൊക്കെ ചോദിക്കുമ്പോൾ പിന്നെന്ത് സംഭവിച്ചതെന്ന് ആൻസി ചേച്ചിക്ക് അറിഞ്ഞൂടാ. ഷെറിൻ ചേച്ചി കൊട്ടാരമറ്റത്തേക്ക് തിരിച്ചു വന്നു, കുഞ്ഞുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു. അയ്യോ, അപ്പോൾ കുഞ്ഞിനെ അവർ എന്നാ ചെയ്തു? അപ്പോൾ എന്നാ ചെയ്തു എന്ന് നമ്മൾ അന്വേഷിക്കണം. ഞാൻ ആൻസി ചേച്ചിയോട് ജോണിച്ചായൻ്റെ നമ്പർ ചോദിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഏത് ടോണിച്ചായൻ? ഷെറിൻ ചേച്ചിയെ കല്യാണം കഴിച്ച ആള്. അപ്പോൾ അങ്ങനെ എന്നും പറഞ്ഞ് ഇങ്ങനെ നിൽക്കാം. അപ്പോൾ പുള്ളിക്കാരുടെ ഫോൺ നമ്പർ സംഘടിപ്പിച്ച് തരാമെന്ന് ആൻസി ചേച്ചി എന്നോട് പറഞ്ഞിരിക്കുന്നതെന്നൊക്കെ രേവതിക്കുട്ടി പറയാം. ഭയങ്കര സ്പീഡപ്പായിട്ട് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചറിയാം നമ്മുടെ രേവതിക്കുട്ടി. അപ്പോൾ ജോമോൻ്റെ കുഞ്ഞുണ്ട് അല്ലേ മമ്മച്ചായ എന്ന് ഗ്രേസമ്മ. അല്ലേ എന്ന് രേവതിക്കുട്ടിയും ചോദിക്കുമ്പം ഉണ്ടോ ഇല്ലയോ എന്ന് അറിയത്തില്ല. ഉണ്ടായിരുന്നു എന്ന് രേവതിക്കുട്ടി പറയാപ്പോഴത്തേക്കും അയ്യോ എന്ന് പറഞ്ഞിട്ട് ഇവരിങ്ങനെ വിഷമിച്ച് ഇങ്ങനെ ഇരിക്കും കേട്ടോ. എന്നാൽ പിന്നെ ബാക്കിയും കൂടി വേഗം അന്വേഷിക്കാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ ജോമോൻ്റെ കുഞ്ഞെന്നും പറഞ്ഞൊരു നെഞ്ചിൽ കൈവച്ച് ഇങ്ങനെ രണ്ടുപേരും ഭയങ്കര ഇതായിട്ട് ഇരിക്കുക. അത് കഴിഞ്ഞ് പിന്നെയും ബാലനിലേക്ക് കാര്യങ്ങൾ തിരിച്ചു വന്നു. ബാലന് കഴിക്കാനുള്ള ഫുഡൊക്കെ കൊണ്ട് കൊടുത്ത് അലീന പോയി. ബാലനെല്ലാം കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അലീന കയറി വന്നു. ഇന്നെല്ലാം കഴിച്ചല്ലോ എന്ന് അലീന ചോദിക്കുമ്പോൾ നല്ല വിശപ്പുണ്ടായിരുന്നു എന്ന് പറഞ്ഞു ബാലനെ.
അപ്പോൾ നീ കഴിച്ചോന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ ടൈം ആയില്ല എന്ന് അലീന ബാലനോട് പറയുക. അപ്പോൾ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. അതിന് ശേഷം ബാലൻ കൈയൊക്കെ കഴുകാനായിട്ട് അങ്ങോട്ടേക്ക് പോയി. അപ്പോഴത്തേക്കും അലീന എല്ലാ കാര്യങ്ങളും എടുത്തൊക്കെ വെക്കുന്നു. പിന്നെ മരുന്നും കാര്യങ്ങളൊക്കെ ബാലന് കൃത്യം എടുത്തൊക്കെ കൊടുക്കുക. അപ്പോൾ സാറ് മരുന്നും കൂടെ കഴിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ ബാലൻ ചോദിച്ചു, എന്താണാവോ ഇത്ര ധൃതി, ജോലി തീർത്തിട്ട് ഓടാൻ വേണ്ടിയിട്ടാണോ എന്ന് ചോദിച്ചു. അന്നേരം ഇല്ല, ജോലി തീർക്കുന്നില്ല, എന്താ എന്ന് ചോദിച്ചു കേട്ടോ. അപ്പോൾ എന്നാൽ പിന്നെ നമുക്ക് സ്നേഹനികേതനത്തിലോട്ട് പോകാം, അതിപ്പോൾ ഇല്ല, അടച്ചു പൂട്ടിയെന്ന് പറഞ്ഞു. അന്നേരം കാറ് കയറി പോണ കാര്യമൊന്നും അല്ല പറഞ്ഞത്, നീ സ്നേഹനികേതനത്തിൽ ഓരോരോ കാര്യങ്ങൾ പറയുന്നു, ഞാൻ അതിങ്ങനെ സുഖമായിട്ട് ചാരിക്കിടന്നത് കേൾക്കുന്നു, എന്താ? അപ്പോൾ കുറേ പണിയുണ്ട് എനിക്ക് കേട്ടോ. അല്ല എന്നാലും പേഷ്യൻറ്റിൻ്റെ ഇഷ്ടമാണ് വലുത്, കുറച്ച് നേരം ഇരിക്കാം എന്ന് അലീന പറഞ്ഞു. അതനുസരിച്ച് ഇങ്ങനെ ഇരിക്കുക രണ്ടുപേരും. ഈ കുഞ്ഞിരാമ മേനോനും ബ്രിജിത്താമ്മയും തമ്മിൽ എങ്ങനെയാണ് ബന്ധം എന്ന് ബാലചന്ദ്രൻ അലീനയോട് ചോദിക്കുമ്പോൾ അലീനയുടെ ഭാവമൊക്കെ അങ്ങ് മാറി. അങ്ങനെ ഇവർ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നവർ തിന്നത്ത് നമ്മുടെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണത്തില്ലേ? എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാട്ടോ. എല്ലാവരും തരുന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. സ്വീകരിക്കാൻ ബൈ ബൈ, ടാറ്റാ.